ദിസ് ഈസ് ദ ഡോപ്പമിൻ ഗ്രാഫ് ഓഫ് എ സ്റ്റുഡൻറ്റ്. സോ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റൂട്ടീന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോളിങ് സ്റ്റാർട്ട് ചെയ്യും. സോ അത് കാരണമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണമായിട്ട് എന്തായാലും ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകും. ആ ഒരു ഡോപ്പമിൻ്റെ ഹിറ്റോട് കൂടി ഒരു ഹാപ്പിനെസ് കിട്ടും, ഒരു പ്ലഷർ കിട്ടും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോപ്പമിൻ്റെ ലെവൽ താഴോട്ട് പോകും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദാറ്റ് സ്പൈക്ക് ആൻഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ഡോപ്പമിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകും. സോ ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും ആൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഗസ് വാട്ട്, സ്റ്റഡി ബിക്കം സോ മച്ച് ബോറിങ്. ഓക്കെ, പഠനം വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് തോന്നും. സ്റ്റഡിയിലൊരു എഫേർട്ട് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും ഉണ്ടാവില്ല. അങ്ങനെ വീണ്ടും അയാൾക്കൊരു ഇൻട്രസ്റ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും ഈ സ്ക്രോളിങ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും വരിക. സോ അത് കാരണമായിട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യും. സോ അത് കാരണമായിട്ട് ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകും. വീണ്ടും ബേസ് ലൈൻ താഴോട്ട് വരും, ഇപ്പം മുന്നത്തേക്കാൾ താഴോട്ട് വരും. ഓക്കെ, സോ വീണ്ടും സ്റ്റഡി ചെയ്യാൻ വീണ്ടും ശ്രമിക്കും, പക്ഷേ നടക്കലുണ്ടാവില്ല. സോ അങ്ങനെ ആ ഒരു ഡേ എൻഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരുപാട് സ്പൈക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ സ്പൈക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദേ വിൽ എൻഡ് അപ്പ് ദ ഡേ നോട്ട് സ്റ്റഡിയിങ്.